നമസ്കാരം. കർക്കിടക ന്യൂസ് അനാലിസിസിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ ഹിന്ദു ന്യൂസ് ആർട്ടിക്കിൾസ് ആണ്. ഹിന്ദു ന്യൂസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് 4 ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസ് ആണ് ഉള്ളത്. സോ ഫസ്റ്റ് ആർട്ടിക്കിൾ എന്ന് ഒരുപക്ഷെ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മുടെ പത്രത്തിനകത്തെ ഫ്രണ്ട് പേജിലുണ്ടായിരുന്ന ആർട്ടിക്കിളാണ്. ജി എസ് ടിയുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ്. ഇവിടെ നമ്മൾ മെയിൻലി ഡീൽ ചെയ്യാൻ പോകുന്ന ജി എസ് ടിയുടെ കോമ്പൻസേഷൻ അഥവാ ജി എസ് ടി കോമ്പൻസേഷൻ സെസ് എന്ന് പറയുന്ന ഒരു വാക്ക് അവിടെ എടുത്ത് നമുക്ക് ആ ഒരു വാർത്തയിൽ കാണാനായിട്ട് സാധിക്കുമായിരുന്നു. സോ ആ ഒരു കാര്യമാണ് വ്യക്തമായിട്ട് നമ്മളിവിടെ ആ ഒരു ആർട്ടിക്കിളിനകത്ത് എക്സാം റിലേറ്റഡ് ആയിട്ട് പഠിക്കാൻ പോകുന്നത്. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിനെ കുറിച്ചിട്ടായിരിക്കും. അത് എക്കണോമിക്സ് റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെയാണ് ജനറൽ സ്റ്റഡീസ് പേപ്പർ 3യുടെ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. രണ്ടാമത്തെ ടോപ്പിക് ക്വാഡുമായിട്ട് ബന്ധപ്പെട്ടാണ്. ക്വാഡ് എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിംഗ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ക്വാഡ്രിലാറ്ററൽ എന്നുള്ളതാണ് അതിന്റെ ഒരു ഫുൾ ഫോം ആയിട്ട് അറിയപ്പെടാറുള്ളത്. പ്രധാനമായിട്ട് 4 രാജ്യങ്ങളാണ്: ഇന്ത്യ, ജപ്പാൻ, ഓസ്ട്രേലിയ, അതുപോലെ ഈ പറഞ്ഞ പോലെ നമ്മുടെ US. ഈ 4 രാജ്യങ്ങളാണ് ആ ഒരു ക്വാഡ് ഗ്രൂപ്പിംഗിനകത്ത് ഉൾക്കൊള്ളിയിരിക്കുന്നത്. അപ്പൊ ആ ഒരു ക്വാഡിന്റെ മീറ്റിംഗ് ഈ പറഞ്ഞ പോലെ ഇപ്പം US വെച്ച് നടന്നിട്ടുണ്ടായിരുന്നു. അതിനെ പങ്കെടുക്കാനായിട്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി അമേരിക്ക സന്ദർശിച്ചൊക്കെ തന്നെ. അപ്പൊ അതിനെ റിലേറ്റഡ് ആയിട്ട് കുറച്ച് അപ്കമിംഗ് ആയിട്ട് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് അപ്ഡേഷൻസ് അതിനകത്ത് വന്നിട്ടുണ്ട്. സോ അങ്ങനെയാണ് നമ്മുടെ എക്സാം റിലേറ്റഡ് ആയിട്ട് ക്വാഡിനെ ജനറൽ സ്റ്റഡീസ് പേപ്പർ 2ന്റെ പോയിന്റ് ഓഫ് വ്യൂ ഡിസ്കസ് ചെയ്യുന്നത്. മൂന്നാമത്തെ നാലാമത്തെ ടോപ്പിക്ക് നമ്മുടെ എഡിറ്റോർ പേജിൽ ആർട്ടിക്കിൾ തന്നെയാണ്. അതിൽ മൂന്നാമത് ഗവേണൻസ് റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ്. കുറച്ചുകൂടെ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടൊക്കെ വരാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജിയുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് എന്താണ് ബേസ് ചെയ്ത് നിലവിൽ പറയുവാണെങ്കിൽ ഒരു കമ്പാരിസൺ ആണ്. ആ ഒരു ആർട്ടിക്കിൾ ഒരുപക്ഷെ ഒരു കമ്പാരിസൺ ആണ്. അതായത് നിലവിൽ നമ്മുടെ ഇന്ത്യയുടെ ഒരു നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജിയും അതേപോലെ US-ന്റെയും ജപ്പാന്റെയും UK-യുടെയും തമ്മിലൊക്കെ ആയിട്ടുള്ള ഒരു കമ്പാരിസൺ ആണ്. അതായത് ഈ 3 രാജ്യങ്ങൾ, അതായത് US-ഉം ജപ്പാനും UK-യിലും കണ്ടുവരുന്ന നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജി എങ്ങനെയാണ്, അതേസമയത്ത് ഇന്ത്യയിലെ സ്ട്രാറ്റജി എങ്ങനെയാണ്, നമുക്കത് ഏത് രീതിയിലേക്കാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഷോർട്ട് ആർട്ടിക്കിൾ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും ആ ഒരു നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജിയുമായിട്ട് ബന്ധപ്പെട്ട്. ഇനി നമ്മൾ ഗവേണൻസിന്റെ പെർസ്പെക്റ്റീവിലായിരിക്കും കൂടുതലായിട്ടും ആ ഒരു ടോപ്പിക്കിനെ പഠിക്കുന്നത്. ദെൻ നാലാമത്തെ ടോപ്പിക്കാണ് എഡിറ്റോറിയലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിൾ ഹെൽത്തി ഡയറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഹൗ കോസ്റ്റ്ലി ഈസ് ഹെൽത്തി ഡയറ്റ് ഇൻ ഇന്ത്യ എന്നൊരു കൺസെപ്റ്റ് ആണ് ആ ഒരു ആർട്ടിക്കിൾ നമുക്ക് മെയിൻലി കാണാൻ സാധിക്കുന്നത്. ബിക്കോസ് അവിടെ മാൽ ന്യൂട്രീഷനും കുറച്ച് കൺസെപ്റ്റുകളൊക്കെ അവിടെ വരുന്നുണ്ട്. ബിക്കോസ് ഡയറ്റ് ഈ പറഞ്ഞ പോലെ ഹെൽത്തി ഡയറ്റ് കോസ്റ്റ്ലി ആവുമ്പോഴേക്കും മാൽ ന്യൂട്രീഷൻ അതുമായിട്ട് ചേർന്ന് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ ആ ഒരു ടോപ്പിക്കിന് മീൻസ് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഡെവലപ്മെന്റിനെ ഒക്കെ തന്നെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ജനറൽ സ്റ്റഡീസ് പേപ്പർ 2ന്റെ ഗവേണൻസിന്റെ പെർസ്പെക്റ്റീവിലും GS2 തന്നെയാണ് ഹെൽത്തും കയറി വരുന്നത്. അപ്പം GS2 ഗവേണൻസ് ഹെൽത്തും അതേപോലെ തന്നെ ഇവിടെ കോസ്റ്റ്ലിയർ ആ ഒരു ഇൻഫ്ലേഷൻ ഒരു സെൻസ് മെൻഷൻ ചെയ്തിരിക്കുന്ന കാരണം GS പേപ്പർ 3 എക്കണോമിക്സിന്റെ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ഈ ഒരു ടോപ്പിക്കിനെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ദെൻ ഈ 4 ടോപ്പിക്ക് നല്ല വ്യക്തമായിട്ട് പഠിച്ചതിന് ശേഷം നമ്മൾ ലാസ്റ്റ് എല്ലാ ദിവസവും ചെയ്യുന്ന പോലെ തന്നെ ഒരു മോഡൽ പ്രിലിംസ് MCQ കൂടെ സോൾവ് ചെയ്തായിരിക്കും നമ്മുടെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ടൈം കളയാണ്ട് തന്നെ നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ടോപ്പിക് ഇതായിരുന്നു. GST കൗൺസിൽ ഇസ് ലുക്കിംഗ് അറ്റ് ടാക്സ് റേറ്റ്സ് ഐറ്റം ബൈ ഐറ്റം ഫോർ റാഷണലൈസേഷൻസ്, സേ സീതാരാമൻ എന്നുള്ളതാണ് ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ വാർത്തകൾ വായിക്കുമ്പോൾ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് അതിനകത്ത് കീ വേർഡുകൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നോക്കണം. അപ്പൊ ഈ ഒരു ടോപ്പിക്കിനകത്ത് കീ വേർഡ് എന്താണെന്ന് ചോദിച്ചാൽ GST കൗൺസിലാണ്. GSTയും അതുമായിട്ട് ബന്ധപ്പെട്ട GST കൗൺസിലാണ് ഇതിനകത്ത് ഇമ്പോർട്ടന്റ് കീ വേർഡ്. അതിനുശേഷം വേണം നമ്മൾ ആ ഒരു വാർത്തയിലേക്ക് കടക്കാനായിട്ടും. ആ വാർത്തയിലേക്ക് കടക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം. അങ്ങനെ നമ്മൾ ആ വാർത്തയിലേക്ക് കടക്കുമ്പോഴാണ് നമുക്ക് അവിടെ GST കോമ്പൻസേഷൻ സെസ് എന്നുള്ളൊരു വാക്ക് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആ GST കോമ്പൻസേഷൻ സെസ്സിനെ കുറിച്ചും കൂടെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം. അപ്പം ഈ ഒരു ടോപ്പിക്കിൽ ഓൾ ഓവർ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് 3 കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഒന്ന് GSTയുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്, 2 GST കൗൺസിലിനെ കുറിച്ച് പഠിക്കണം, മൂന്നാമത് GST കോമ്പൻസേഷൻ സെസ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വാർത്തയിൽ നമുക്ക് വ്യക്തമായിട്ടും പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഓരോന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ GST, ഇതിപ്പോ നമ്മൾ പല തവണ ക്ലാസ്സുകളിലാണെങ്കിൽ അല്ലെങ്കിൽ GST കുറിച്ചിട്ടൊക്കെ മിക്കപ്പോഴും നമുക്ക് വാർത്തകളെ കാണാൻ സാധിക്കും. അതുകൊണ്ട് GST എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ വ്യക്തമായിരിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ജസ്റ്റ് ഒരു ഓർവ് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പോകാം. GST എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറെക്കുറെ അറിയാവുന്നതാണ്. ഇറ്റ്സ് എ മേജർ ഇൻഡയറക്ട് ടാക്സ് ഇൻ അവർ കൺട്രി. നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു ഇൻഡയറക്ട് ടാക്സ് ആണ്. അതായത് 2017 ജൂലൈ 1 തൊട്ടിട്ടാണ് നമ്മൾ GST ഇവിടെ നടപ്പാക്കി തുടങ്ങിയത്. അന്ന് തൊട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സർക്കാരിന്റെ ഒരു വരുമാന മാർഗം കൂടിയായിട്ട് ആര് മാറിയിട്ടുണ്ട്? ഈ ഇൻഡയറക്ട് ടാക്സ് ആയ GST മാറിയിട്ടുണ്ട്. വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ടാക്സ് റവന്യൂ സോഴ്സ് ആണ് GST. അതുവരെ ഉണ്ടായിരുന്ന പല ടാക്സുകളും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. GSTയിലേക്ക് സബ്സ്യൂം ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിവേ GST എന്നുള്ള കാര്യം ഓർക്കുക, ഒരു ഇൻഡയറക്ട് ടാക്സ് ആണ്. പിന്നെ ഇതിന്റെ മറ്റൊരു പ്രത്യേകത, നമുക്ക് GST വരുന്നതിന് മുമ്പ് ടാക്സുകളൊക്കെ തന്നെ മീൻസ് പ്രൊഡക്ഷൻ സ്റ്റേജ് അല്ലെങ്കിൽ ഒറിജിൻ ബേസ്ഡ് ആയിരുന്നു കളക്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് എവിടെയാണോ ഒരു ഉൽപ്പന്നം ഒറിജിനേറ്റ് ചെയ്യുന്നത് അങ്ങോട്ടേക്ക് ആ സംസ്ഥാനത്തേക്കായിരുന്നു ആ വസ്തുവിന്മേലുള്ള ടാക്സിന്റെ ഒരു വിഹിതം പൊക്കോണ്ടിരുന്നത്. ഒരു വിഹിതം സെൻട്രൽ ഗവൺമെന്റിലേക്ക് പോകും, ഒരു വിഹിതം എവിടെയാണോ ആ ഒരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഒറിജിൻ ചെയ്യുന്ന ആ സംസ്ഥാനത്തേക്കായിരുന്നു പൊക്കോണ്ടിരുന്നത്. പക്ഷെ GST വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ GST എന്ന് പറയുന്നത് ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ആയിട്ട് മാറി. വിച്ച് മീൻസ് ഇത്രയും നാളും ഈ പറഞ്ഞ പോലെ കേന്ദ്രത്തിലുള്ള ആ ഒരു പങ്ക് പോകും, മറിച്ച് ആ ഒരു ബാക്കിയുള്ള ഭാഗം പോയിക്കൊണ്ടിരുന്നത് ഒറിജിൻ സ്റ്റേറ്റിനായിരുന്നെങ്കിൽ GST വന്നതിന് ശേഷം അത് എങ്ങോട്ടേക്ക് മാറി? ഡെസ്റ്റിനേഷൻ ബേസ്ഡ് സ്റ്റേറ്റ് അഥവാ കൺസ്യൂമിംഗ് സ്റ്റേറ്റിലേക്ക് മാറിപ്പോയി. ഓർക്കണം, GST ഇസ് എ കൺസംഷൻ ബേസ്ഡ് ടാക്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആണെന്നുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കണം. അതുകൊണ്ട് തന്നെയായിരുന്നു GST വരാനായിട്ട് തുടങ്ങിയപ്പോഴേക്കും ഇവിടെ ഏറ്റവും കൂടുതൽ എതിർപ്പുകൾ ഉന്നയിക്കാൻ തുടങ്ങിയത് ആരായിരുന്നിരിക്കണം? പ്രൊഡ്യൂസർ സംസ്ഥാനങ്ങൾ. ബിക്കോസ് അവർ ഇനി മുതൽ അത്രയും വരുമാനങ്ങൾ അവർക്ക് കിട്ടണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ഇതിന് താല്പര്യപ്പെട്ട അല്ലെങ്കിൽ അത്യാവശ്യം ഈ പറഞ്ഞ അനുകൂലമായിട്ട് നിന്നുകൊണ്ടിരുന്ന ഏത് സംസ്ഥാനങ്ങളായിരുന്നു? കൺസ്യൂമർ ബേസ്ഡ് ആയിട്ടുള്ള സംസ്ഥാനം. കാരണം അവർക്ക് കൂടുതലും വരുമാനങ്ങൾ ഈ GSTയിലൂടെ കിട്ടാനായിട്ടുള്ള
വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. എനിവേ GST എന്നുള്ള കാര്യം അവർക്ക് പ്രധാനപ്പെട്ട ഇൻഡയറക്ട് ടാക്സ് ആണ്. ഇനി GSTയുടെ ഇവല്യൂഷൻ എന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും, കാരണം നമുക്ക് പ്രിലിംസിനൊക്കെ ആവശ്യം വരും. ഈവൻ ഞാൻ പറഞ്ഞു 2017 ജൂലൈ 1 തൊട്ടിട്ടാണ് GST വന്നെങ്കിൽ പോലും 2003 കേൽക്കർ ടാസ്ക് ഫോഴ്സ് ഓൺ ഇൻഡയറക്ട് ടാക്സ് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എ കൈൻഡ് ഓഫ് ടാക്സ് ലൈക്ക് GST പോലത്തെ ഒരു ടാക്സിനെ നമുക്ക് ഇവിടെ വേണം എന്നുള്ളത് 2003 കേൽക്കർ ടാസ്ക് ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കണം. അതിന്റെ പശ്ചാത്തലത്തിൽ 2006-7 ബഡ്ജറ്റിനകത്ത് ഇങ്ങനെ ഒരു സിസ്റ്റം മീൻസ് ലൈക്ക് GST പോലുള്ള സിസ്റ്റത്തിന്റെ പ്രപ്പോസൽ ഉണ്ടായിരുന്നു. പക്ഷേ അത് പലവിധ കാരണങ്ങൾ കാരണം നടന്നില്ല. പിന്നീട് 2014 നമ്മൾ ഈ വൺ നേഷൻ വൺ ടാക്സേഷൻ സിസ്റ്റത്തിലൂടെ 122ാമത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ബില്ല് സഭയിൽ അവതരിപ്പിക്കുകയും അത് പിന്നെ ചർച്ചകൾക്കൊക്കെ ശേഷമാണ് 2016 ആക്ട് ആയിട്ട് മാറുന്നത്. പാർലമെന്റ് അംഗീകരിച്ചു, പ്രസിഡന്റ് ഒപ്പിട്ട് 2016 അത് ആക്ട് ആയിട്ട് മാറിയത്. 101st കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കണം. എന്നിട്ട് അതിന്റെ പശ്ചാത്തലത്തിലാണ് 2017 ജൂലൈ 1 തൊട്ട് നമ്മൾ രാജ്യത്ത് നടപ്പാക്കി തുടങ്ങിയത്, GST നടപ്പാക്കി തുടങ്ങിയത്. അപ്പൊ GST റോൾ ഔട്ട് ചെയ്താണ് 2017 ജൂലൈ 1 തൊട്ട്. GST രംഗത്തേക്ക് വന്നത് അംഗീകരിക്കപ്പെട്ട 2016 101ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് എന്നുള്ള കാര്യം കൂടെ ഓർത്ത് വെച്ചേക്കാം. ഇനിയാണ് അടുത്ത GST കൗൺസിൽ. അപ്പൊ ഒന്നാമത്തെ കീവേഡായ GSTയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരെണ്ണം കൂടെ ഓർത്തിരിക്കുക കേട്ടോ. GSTയിലെ പ്രധാനപ്പെട്ട ടാക്സ് റേറ്റുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5%, 12%, 18%, 28% പ്രധാനപ്പെട്ട GSTയുടെ ടാക്സ് റേറ്റ്. ഇനി 0% ഉണ്ട്, പക്ഷേ 0% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസെൻഷ്യൽ വസ്തുക്കൾക്കാണ്. അത് GST ഇല്ല എന്നുള്ള ഗണത്തിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ് 0% GST. പിന്നെ GST ചാർജ് ചെയ്യുന്ന വസ്തുക്കളുടെ ബില്ല് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 2 പാർട്ടുകൾ കാണാൻ സാധിക്കും. അത് ഈ പറഞ്ഞ പോലെ ബില്ലുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ ഗുഡ്സിന്റെ മൂവ്മെന്റ് എങ്ങനെയാണെന്ന് നമുക്ക് ഒരു പരിധി വരെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇൻട്രാസ്റ്റേറ്റ് മൂവ്മെന്റിലൂടെ വന്നിരിക്കുന്ന ഒരു ഗുഡ് ആണെങ്കിൽ, ഇൻട്രാസ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംസ്ഥാനത്ത് തന്നെ ഉൽപ്പാദിക്കപ്പെട്ടു ആ സംസ്ഥാനത്തിന്റെ മറ്റൊരു ഭാഗത്തേക്ക് അത് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെട്ട ഗുഡ്സ് ആണെങ്കിൽ അതിന്റെ പേരാണ് ഇൻട്രാസ്റ്റേറ്റ് മൂവ്മെന്റ്. ഇൻട്രാസ്റ്റേറ്റ് മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ആണ് നടന്നിരിക്കുന്നതെങ്കിൽ ആ വസ്തുവിന്റെ ബില്ല് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ CGST, SGST എന്ന് കാണാൻ സാധിക്കും. CGST എന്ന് പറഞ്ഞാൽ സെൻട്രൽ GST, SGST എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് GST. അതായത് സെൻട്രലിലെ വിഹിതം സ്റ്റേറ്റിന്റെ വിഹിതം, അത് ഈക്വൽ പോർഷൻ ആയിട്ടായിരിക്കും ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. 18% GST ഉള്ള വസ്തുവാണെങ്കിൽ അതിന്റെ 9% CGSTയും 9% SGST ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങളൊരു ബില്ലിൽ CGST, SGST എന്നാണ് കാണുന്നതെങ്കിൽ ആ പ്രൊഡക്റ്റ് ഇൻട്രാസ്റ്റേറ്റ് മൂവ്മെന്റ് ആണ് അവിടെ നടത്തിയെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റും. മീൻസ് ആ സംസ്ഥാനത്തിന്റെ ഒരു പോർട്ടിൽ നിന്നും ആ സംസ്ഥാനത്തിന്റെ മറ്റൊരു ഭാഗത്തേക്കാണ് ആ ഗുഡ് മൂവ് ചെയ്തിട്ടുള്ളത്. ഇനി അതേ സാഹചര്യത്തിൽ നമ്മൾ ബില്ല് നോക്കുമ്പോൾ ബില്ല് നോക്കുമ്പോൾ IGST എന്നാണ് കാണുന്നതെങ്കിൽ, IGST മീൻസ് ഇന്റഗ്രേറ്റഡ് GST ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ഒറ്റ കോളോ കാണുള്ളൂ. IGST 18% എന്നാണ് എഴുതിയിട്ടുണ്ടാവുക. IGST കാണുന്നത് ഇഫ് ദ ഗുഡ് ഇസ് മൂവിംഗ് ഇന്റർസ്റ്റേറ്റ് മൂവ്മെന്റ് ആണ് ആ ഗുഡ്സ് കാഴ്ചവെച്ചെങ്കിൽ, ഒരു സംസ്ഥാനത്ത് ഒറിജിൻ ചെയ്തു ഇന്ത്യയിൽ തന്നെ മറ്റൊരു സംസ്ഥാനത്താണ് അത് കൺസ്യൂം ചെയ്യപ്പെട്ടതെങ്കിൽ അത്തരത്തിലുള്ള പ്രൊഡക്റ്റിന്റെ ബില്ലിൽ മേൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കോളമായിരിക്കും IGST, ഇന്റഗ്രേറ്റഡ് GST. അപ്പൊ ഇനി ഈ ബില്ലിൽ നോക്കി നമുക്ക് പറയാൻ പറ്റും ഗുഡ്സിന്റെ മൂവ്മെന്റ് എങ്ങനെയാണ് നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യം. അപ്പൊ അങ്ങനത്തെ ഈ പറഞ്ഞ പോലെ GST സംബന്ധമായ എല്ലാവിധ നിയമങ്ങളും അതിന്റെ ഓരോ പ്രൊഡക്റ്റിനും എത്ര ശതമാനം ടാക്സ് വേണം, 5 വേണോ, 12 വേണോ, 18 വേണോ, 28 വേണോ എന്നുള്ളത് തീരുമാനിക്കുന്ന എല്ലാം തന്നെ ആരാണ്? GST കൗൺസിലാണ് തീരുമാനമെടുക്കുന്നത്. ഈ GST കൗൺസിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി തന്നെയാണ് കേട്ടോ. ആർട്ടിക്കിൾ 279A ആണ് GST കൗൺസിലിന്റെ ആർട്ടിക്കിൾ ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. ഈ GST കൗൺസിലിന്റെ അധ്യക്ഷൻ അഥവാ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ആയിരിക്കും. ഓക്കെ, ഇവിടെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന വോട്ടിങ്ങിലൂടെയാണ്. സെൻട്രൽ ഗവൺമെന്റ് ടോട്ടൽ വോട്ടിന്റെ 1/3 വോട്ട് ആയിരിക്കും ഉണ്ടാവുക. സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് ടോട്ടൽ വോട്ടിന്റെ 2/3 വോട്ട് ഉണ്ടാവും. ഓക്കെ, മൊത്ത വോട്ടിന്റെ 1/3 സെൻട്രൽ ഗവൺമെന്റും മൊത്ത വോട്ടിന്റെ 2/3 ആർക്കും ഉണ്ടാവും? കമ്പൈൻഡ് ഇവിടെയുള്ള എല്ലാ സംസ്ഥാനങ്ങൾക്കുമായിട്ട് ഉണ്ടാവും. ഇനി GST കൗൺസിൽ ഒരു ഡിസിഷൻ പാസ്സാകണമെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സിന്റെ 3/4 മജോറിറ്റി കിട്ടിയിരിക്കണം. ഓർത്തിരിക്കണം, ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സിന്റെ 3/4 അഥവാ 75% മജോറിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ GST കൗൺസിൽ ഒരു ഡിസിഷൻ പാസ്സാകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി GST കൗൺസിൽ യോഗം കൂടണമെങ്കിൽ മിനിമം 50% മെമ്പേഴ്സിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണം. അതാണ് കോറം എന്ന് പറയുമ്പോൾ മിനിമം ഇത്ര പേരുണ്ടായിരിക്കണം. 50% പേരെങ്കിലും പ്രസന്റ് ആയിട്ടെങ്കിൽ മാത്രമേ GST കൗൺസിൽ യോഗം കൂടി തീരുമാനം കൈക്കൊള്ളാനായിട്ട് സാധിക്കത്തുള്ളൂ. അത്രയും കാര്യങ്ങൾ GST കൗൺസിലുമായിട്ടൊന്ന് ഓർത്തു വെച്ചേക്കാം. ഇനിയാണ് നമ്മൾ ആ മൂന്നാമത്തെ ടോപ്പിക്, GST കോമ്പൻസേഷൻ. അതായത് ഞാൻ പറഞ്ഞു 2014 തൊട്ടിട്ടാണ് ഇതിന്റെ ചർച്ചകളൊക്കെ ഏകാവധി എഫക്റ്റീവ് ആയിട്ട് നടന്നു തുടങ്ങിയത്. അന്ന് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും എതിർപ്പുണ്ടായിരുന്നു ഇതിന്. ആ എതിർക്കുന്ന ഏത് സംസ്ഥാനങ്ങളായിരുന്നു? മാനുഫാക്ചറിങ് സ്റ്റേറ്റുകളാണ്. ബിക്കോസ് അവർക്ക് GST നടപ്പാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വരുമാനം കുറയാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഈ പറഞ്ഞ പോലെ എല്ലാവരും ചേർത്ത് പിടിക്കാണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കത്തില്ല. അങ്ങനെ വരാനായിട്ട് നമ്മൾ ആ ഒരു എതിർപ്പ് മുന്നോട്ട് നിൽക്കുന്ന മാനുഫാക്ചറിങ് സംസ്ഥാനങ്ങൾ കൊടുത്തൊരു ഓഫർ ആയിരുന്നു ഫോർ ദ ടൈം ബീയിങ് ഓഫ് 5 years. അതായത് GST നടപ്പാക്കി 5 വർഷ കാലയളവിൽ നിങ്ങളുടെ വരുമാനത്തിൽ എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അത്
ഞങ്ങൾ നികത്തി നൽകിക്കൊള്ളാം എന്ന് പറഞ്ഞിരുന്ന ഒരു പരിപാടിയായിരുന്നു GST കോമ്പൻസേഷൻ. ഓരോ വർഷവും ഒരു 14% ഒരു അഡീഷണൽ വർധനവും കൂടെ കണക്കാക്കിയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും കുറവ് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ, മീൻസ് നിങ്ങൾ മുൻകാലങ്ങളിൽ കളക്ട് ചെയ്യുന്നതിൽ എന്തെങ്കിലും കുറവുകൾ ഫോർ ദ ടൈം പീരീഡ് ഓഫ് 5 ഇയേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ മടക്കി തരും. അതായിരുന്നു GST കോമ്പൻസേഷൻ. ആ കോമ്പൻസേഷൻ ശരിക്കും പറഞ്ഞാൽ 5 ഇയർ പീരീഡിലേക്കായിരുന്നു. 2017 തൊട്ട് 2022 വരെ ഉണ്ടായിരുന്നുള്ള GST കോമ്പൻസേഷൻ. 22 അത് ക്ലോസ് ചെയ്തു. പക്ഷേ നിലവിൽ നമ്മൾ നോക്കുവാണെങ്കിൽ GST കോമ്പൻസേഷൻ സെസ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ മേൽ ആഡ് ചെയ്യുന്നുണ്ട്. അത് എല്ലാ വസ്തുക്കളുടെ മുകളിലും ഇല്ല. ഓട്ടോമൊബൈൽസ് പോലുള്ള ചില ചില വസ്തുക്കളുടെ മുകളിലാണ് GST കോമ്പൻസേഷൻ സെസ് ആഡ് ചെയ്യുന്നത്. അപ്പൊ എന്തിനാണ് GST കോമ്പൻസേഷൻ ഇപ്പൊ കൊടുക്കുന്നില്ല, പിന്നെ എന്തിനാണ് പിന്നെയും ഗവൺമെന്റ് ഈ GST കോമ്പൻസേഷൻ സെസ് ഇവിടെ ആഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്ന് ആ 5 വർഷ കാലയളവിൽ ഇവിടെ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കാനായിട്ട്, മീൻസ് കോമ്പൻസേഷൻ കൊടുക്കാനായിട്ട് സെൻട്രൽ ഗവൺമെന്റ് പലയിടങ്ങളിൽ നിന്ന് കടമെടുത്തിട്ടുണ്ടായിരുന്നു. ആ കടം അടച്ചു തീർക്കാനായിട്ടാണ് ഇപ്പോഴും 2026 വരെ എന്ത് ലെവി ചെയ്യുന്ന GST കോമ്പൻസേഷൻ സെസ് ലെവി ചെയ്യുന്നുള്ള കാര്യം ഓർത്തിരുന്നേക്കാം. സെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് ഓൺ ടാക്സ് ആണ്. ഒന്ന് നമ്മൾ ടാക്സ് അടച്ച വസ്തുക്കൾ മേൽ വീണ്ടും അതിന് മുകളിൽ ടാക്സ് അടയ്ക്കുന്നതിനെയാണ് സെസ് എന്ന് ബേസിക്കലി പറയുന്നത്. സെസ്സും അതുപോലെ തന്നെ ടാക്സ് ഓൺ ടാക്സ് ആണ്. മറ്റൊരു കാര്യമാണ് സർചാർജ്. ഒരു കാര്യം ഓർക്കണം, ഈ സെസ്സും സർചാർജും സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് വീതിച്ച് കൊടുക്കേണ്ടാത്ത സെൻട്രൽ ഗവൺമെന്റ് പൈസയാണ്. നോർമലി ടാക്സിലൂടെ കളക്ട് ചെയ്യുന്ന സെൻട്രൽ ഗവൺമെന്റ് പൈസ സംസ്ഥാനങ്ങൾക്ക് വീതിച്ചു കൊടുക്കണം. നമ്മുടെ ഫിനാൻസ് കമ്മീഷൻ റെക്കമെൻഡേഷൻ അത് പറയുന്നുണ്ട്. പക്ഷെ അത്തരത്തിൽ വീതിച്ച് കൊടുക്കേണ്ടാത്ത സെൻട്രൽ ഗവൺമെന്റ് വരുമാനമാണ് സെസ്സും സർചാർജുമാണെന്നുള്ള കാര്യം ഓർത്തിരുന്നേക്കണം കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആർട്ടിക്കിൾ നിന്ന് എക്സാം റിലേറ്റഡ് ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ട്. ആദ്യം GST എന്താണെന്ന് നമ്മൾ പഠിച്ചു, അതിനുശേഷം GST കൗൺസിലിനെ കുറിച്ചിട്ടും മൂന്നാമതായിട്ട് GST കോമ്പൻസേഷൻ. നിലവിൽ പറയുകയാണെങ്കിൽ GST കോമ്പൻസേഷൻ ഇല്ല, 2022 തീർന്നു. പക്ഷേ ഇപ്പോഴും 2026 വരെ ലെവി ചെയ്യുന്ന ഏതാണ് GST കോമ്പൻസേഷൻ സെസ് ആണെന്നുള്ള കാര്യം ഓർക്കുക. അത് എല്ലാ പ്രൊഡക്റ്റിന്മേലില്ല. ഏറെക്കുറെ 28% GST ഒക്കെ വരുന്ന പ്രൊഡക്റ്റുകളുടെ മേലാണ് അത് ഏറെക്കുറെ ചാർജ് ചെയ്യപ്പെടാറുള്ളത്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് ഈ ടോപ്പിക്കിൽ നിന്നും നമുക്ക് എക്സാം റിലേറ്റഡ് ആയിട്ട് പഠിക്കാനായിട്ട്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ അടുത്ത ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യാണ്. ക്വാഡുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ്. ക്വാഡ് ലോഞ്ചസ് മാരിടൈം ഹെൽത്ത് ഇനീഷ്യേറ്റീവ്സ് കണ്ടംസ് അഗ്രഷൻ ഇൻ ഡിസ്പ്യൂട്ടഡ് റീജിയൻസ് എന്നുള്ളതാണ് ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ക്വാഡ് എന്ന് പറയുമ്പോഴേക്കും 4 രാജ്യങ്ങളായിരിക്കണം നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. ഈ പിക്ചറിൽ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. സ്റ്റാർട്ടിംഗ് ഫ്രം ലെഫ്റ്റ് നമ്മുടെ ഓസ്ട്രേലിയ, ദെൻ ഈ പറഞ്ഞ നമ്മുടെ ഇന്ത്യ, ദെൻ USA ആൻഡ് ജപ്പാൻ. ഈ 4 രാജ്യങ്ങളാണ് ക്വാഡിലാറ്റൽ അഥവാ ക്വാഡ് എന്നുള്ള ഗ്രൂപ്പിങ്ങിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ക്വാഡിന്റെ മീറ്റിംഗ് സത്യം പറഞ്ഞാൽ ഈ വർഷത്തെ മീറ്റിംഗ് ഇന്ത്യയിൽ വെച്ചിട്ടായിരുന്നു നടക്കേണ്ടിയിരുന്നത്. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ പോലെ US ഇലക്ഷൻസ് ഒക്കെ വരുന്നുള്ള ഒരു പശ്ചാത്തലത്തിലാണ് അങ്ങോട്ടേക്ക് മീറ്റിംഗ് ഷിഫ്റ്റ് ചെയ്തു. അടുത്ത വർഷത്തെ മീറ്റിംഗ് ഇന്ത്യയിൽ വെച്ച് കണ്ടക്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അടുത്ത വർഷം US അത് ഇന്ത്യയിൽ വെച്ച് കണ്ടക്ട് ചെയ്യാൻ തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ഇപ്പോൾ US ഇലക്ഷൻസ് കഴിയുമ്പോഴേക്കും ഒന്നെങ്കിൽ പുതിയൊരാളായിരിക്കും, എന്തായാലും ജോ ബൈഡൻ ആയിരിക്കത്തില്ല, either ഡൊണാൾഡ് ട്രംപ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കമല ഹാരിസ് ആയിരിക്കും ഇവിടെ പ്രസിഡന്റ് ആയിട്ട് വരുന്നത്. അപ്പം പുതിയതായിട്ട് വരുന്ന ആൾക്ക് ഇന്ത്യ സന്ദർശിക്കാനായിട്ട് ഒരു അവസരവും ആ ഒരു ക്വാഡ് മീറ്റിംഗിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. സിനിമ ഇതാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു തീം എന്ന് പറയുവാണെങ്കിൽ. ബട്ട് ഇന്നലെ കൺക്ലൂഡ് ചെയ്ത ആ ഒരു ക്വാഡ്രിലാറ്ററൽ മീറ്റിംഗിനകത്ത് പ്രധാനപ്പെട്ട കുറച്ച് ഡിസിഷൻസ് വന്നിട്ടുണ്ട്. അതാണ് നമുക്ക് നോക്കേണ്ടത്. എന്നാൽ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം ക്വാഡ് എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു 4 രാജ്യങ്ങൾ ഇന്ത്യ, ഓസ്ട്രേലിയ, US, ജപ്പാനാണ്. ഇവിടെ പ്രധാനപ്പെട്ട എയിം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു എൻഷുർ എ ഫ്രീ ആൻഡ് ഓപ്പൺ ഇന്റർനാഷണൽ ഓർഡർ ബേസ്ഡ് ഓൺ ദ റൂൾ ഓഫ് ലോ ഇൻ ഇൻഡോ പസഫിക്. ഇൻഡോ പസഫിക് മേഖലയിൽ സുരക്ഷിതത്വം അഥവാ സെക്യൂരിറ്റി, ഓപ്പൺ ഫ്രീ ആൻഡ് ഫെയർ ഓപ്പൺ ഇന്റർനാഷണൽ ഓർഡർ പുനഃസ്ഥാപിക്കുക എന്നുള്ളതൊക്കെയാണ് ഈ ഒരു ഗ്രൂപ്പിംഗിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്. ഇത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ഈ ഇൻഡോ പസഫിക് മേഖലയിൽ ചലഞ്ച് ആയിട്ട് നിൽക്കുന്ന ഇപ്പോൾ ആരാണ്? ചൈനയാണ്. അതുകൊണ്ട് തന്നെ ചൈന ഈ ക്വാഡ്രിലാറ്ററൽ ഗ്രൂപ്പിനെ വിശേഷിപ്പിക്കുന്ന ആന്റി ചൈന ഗ്രൂപ്പിംഗ് എന്നാണ് മെയിൻലി വിശേഷിപ്പിക്കുന്നത്. പക്ഷേ ഇതെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ 4 രാജ്യങ്ങൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ പറയാൻ പറ്റും ഏകദേശം ഈ പറഞ്ഞ പോലെ ചൈനയും അത്ര ഇതില്ലാത്ത രാജ്യം കൂടിയാണ്. ഇതിനകത്ത് ഈ ക്വാഡ്രിലാറ്ററൽ ഗ്രൂപ്പിംഗ് 2007 പ്രപ്പോസ് ചെയ്തതാണ് ഇങ്ങനെ ഒരു ഗ്രൂപ്പിംഗ് ഉണ്ടാകുക. പക്ഷെ അതും വരാൻ വൈകിയതിന്റെ കാര്യം വേറൊന്നും ആയിരുന്നില്ല. ആദ്യകാലങ്ങളിൽ ഓസ്ട്രേലിയക്ക് ഇതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല ഈ ഗ്രൂപ്പിംഗിലേക്ക് ചേരാനായിട്ട്. പിന്നീട് ഈ പറഞ്ഞ പോലെ വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിവേ ഇപ്പൊ ഈ 4 രാജ്യങ്ങളുണ്ട്. ഇവരുടെ പ്രധാനപ്പെട്ട എയിം എന്താണ്? ഇൻഡോ പസഫിക് മേഖലയിൽ സുരക്ഷിതത്വവും സമാധാനവും പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് ആയിട്ട് പറയുന്നത്. ഇനി ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് നമുക്ക് വ്യക്തമായിട്ട് നോക്കാം. ഗ്രൂപ്പിന്റെ ഒബ്ജക്റ്റീവ് ഒന്ന് മാരിടൈം സെക്യൂരിറ്റി. ഇതെല്ലാം ഇൻഡോ പസഫിക് മേഖല കേന്ദ്രീകരിച്ച് പറയുന്നതാണ്. മാരിടൈം സെക്യൂരിറ്റി, പിന്നെ COVID-19 ക്രൈസിസിൽ വാക്സിൻ ഡിപ്ലോമസി ഒക്കെ തന്നെ, ഐ മീൻ ഹെൽത്ത് ഒരു കോൺഷ്യസ് ആണ്. പിന്നെ ക്ലൈമറ്റ് ചേഞ്ച് റിസ്കിനെ അഡ്രസ് ചെയ്യണം. പിന്നെ ഈ പറഞ്ഞ പോലെ എക്കോസിസ്റ്റം പ്രോപ്പർ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് എക്കോസിസ്റ്റം ഈ റീജിയനിൽ ഉണ്ടാക്കിയെടുക്കണം. ടെക്നോളജിക്കൽ ഇന്നോവേഷൻസും ഉണ്ടാക്കിയെടുക്കണം. ഇതൊക്കെയാണ് ഇവർ ഈ ഗ്രൂപ്പിങ്ങിന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ ഉണ്ടാക്കിയെടുക്കുന്ന തീരുമാനങ്ങൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഏകദേശം ഈ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് ചേർന്ന് നിൽക്കുന്ന തീരുമാനങ്ങളായിരിക്കും ഇവർ കൈക്കൊള്ളുന്നത്. ഇവിടെയാണ് ഇപ്പം വാർത്ത വന്നിരിക്കുന്ന ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഹെഡ്ലൈനിൽ കണ്ടു. അത് COVID-19 ഒക്കെ കണ്ടു. ആ പോയിന്റ് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ സെക്യൂരിറ്റി, മാരിടൈം സെക്യൂരിറ്റി കാണാൻ സാധിക്കും. അപ്പൊ ഇവിടെ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ തന്നെ ഈ ഒബ്ജക്റ്റീവ്സുമായിട്ട് അലൈൻഡ് ആയിട്ടായിരിക്കും നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒബ്ജക്റ്റീവ്സ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നാളെ സപ്പോസ് നമ്മുടെ പ്രിലിംസിനൊക്കെ തന്നെ ക്വാഡ്രിലാറ്ററലുമായിട്ട് ഒരു ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഒരു പോയിന്റ് നോക്കുവാണെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ഈ ഒബ്ജക്റ്റീവ്സുമായിട്ട് ചേർന്ന് നിൽക്കുന്ന സാധനമാണ് നോക്കിയാൽ മതി. ബിക്കോസ് ഈ ഒബ്ജക്റ്റീവ്സുമായിട്ട് ചേർന്ന് നിൽക്കുന്ന സാധനമാണ് ഇവർ പുതിയതായിട്ട് വാർത്തയിലൊക്കെ വരാനുള്ള ചാൻസസ് ഉള്ളത്. അത്തരത്തിൽ
നമ്മൾ നോക്കുമ്പോൾ ഇപ്പം കൺക്ലൂഡ് ചെയ്ത ക്വാഡ് സമ്മിറ്റ് 2024 കീ ഔട്ട്കംസ് ഒന്ന് പരിശോധിച്ചിരിക്കുക. ഒന്നാമതാണ് ക്വാഡ് വില്ലിംഗ്ടൺ ഡിക്ലറേഷൻ. അപ്പോൾ റീസെന്റ് സീൻ ന്യൂസ് വിൽമിംഗ്ടൺ ഡിക്ലറേഷൻ ഇസ് റിലേറ്റഡ് വിത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കാം. അത് ക്വാഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, അതായത് ക്വാഡിനകത്ത് ഈ അജണ്ടാസ് ഉണ്ടല്ലോ, ഇത് കുറച്ചുകൂടെ സ്ട്രെങ്തൻ ചെയ്യണം എന്നുള്ളതായിരുന്നു ഈ ഒരു ഡിക്ലറേഷന്റെ പ്രധാനപ്പെട്ട പോയിന്റ്. രണ്ടാമതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ക്വാഡ് ക്യാൻസർ മൂൺഷോട്ട്. ഓക്കെ, അതായത് ക്വാഡ് ക്യാൻസർ മൂൺഷോട്ട് എന്ന് പറയുന്ന ഒരു പുതിയ ഇനീഷ്യേറ്റീവ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടൊക്കെ അത് അപ്കമിംഗ് ഫിലിംസിന് ആവശ്യമായിട്ട് വരും. ഇതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഇൻഡോ പസഫിക്, അല്ലെങ്കിൽ ഇൻഡോ പസഫിക് എന്ന് മാത്രമല്ല ലോകമെമ്പാടും ഇപ്പോൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തരം ക്യാൻസർ ആണ് സെർവിക്കൽ ക്യാൻസർ. അതും എസ്പെഷ്യലി ഈ പറഞ്ഞ പോലെ ഫീമെയിൽസിനിടയിലാണ് ഇത് മെയിൻലി, വജീന പാർട്സിലാണ് ഇത് മെയിൻലി വരാറുള്ളത്. അപ്പൊ ആ സെർവിക്കൽ ക്യാൻസറിനെ തടയുക, ആ ഒരു പ്രശ്നം ഈ പറഞ്ഞ പോലെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കണം എന്നുള്ളതിന് വേണ്ടിയിട്ട് ക്വാഡിലെ മെമ്പർ രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്ന് രൂപീകരിച്ചിരിക്കുന്ന പുതിയ ഇനീഷ്യേറ്റീവ് ആണ് ക്വാഡ് ക്യാൻസർ മൂൺഷോട്ട്. അത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ടു റെഡ്യൂസ് ദ ബർഡൻ ഓഫ് ക്യാൻസർ ഇൻ ഇൻഡോ പസഫിക് റീജിയൻ. ഇവിടെ ക്യാൻസർ എന്ന് പറയുമ്പോഴേക്ക് എടുത്ത് നമ്മൾ ഏതാണ് ഉദ്ദേശിക്കുന്നത്? സെർവിക്കൽ ക്യാൻസറിനെയാണ് ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് അടുത്ത സ്ലൈഡിൽ വ്യക്തമായിട്ട് നമ്മൾ പഠിക്കാനായിട്ടുണ്ട്. ഞാൻ മൂന്നാമത്തതും കൂടെ ഇതും കൂടെ പറയാം. മൂന്നാമത്തെ ഒരു ഔട്ട്കം ആണ് മൈത്രി എന്നുള്ള ഒരു ട്രെയിനിങ് ഇനീഷ്യേറ്റീവ്. മൈത്രി എന്ന് പറഞ്ഞാൽ മാരിടൈം ഇനീഷ്യേറ്റീവ് ഫോർ ട്രെയിനിങ് ഇൻഡോ പസഫിക് മേഖലയിൽ. ഇൻഡോ പസഫിക് മേഖലയിൽ ഈ പറഞ്ഞ പോലെ മാരിടൈം സെക്യൂരിറ്റി ഒരു ഒബ്ജക്റ്റീവ് ആയിട്ട് നമ്മൾ കണ്ടായിരുന്നല്ലോ. അതിന്റെ ഭാഗമായിട്ട് ഈ മെമ്പർ രാജ്യങ്ങൾക്ക് എല്ലാവർക്കും സമാധാനപരമായിട്ട് അവിടെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ നടപ്പാക്കാനായിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവ് ആണ് മൈത്രി എന്നുള്ളത്. ഇത് 2022 നമ്മൾ അനൗൺസ് ചെയ്തതാണ്, ബട്ട് ഇപ്പോഴാണ് അത് നിലവിൽ വന്നത്. ഇതിന്റെ ഫസ്റ്റ് ഹോസ്റ്റ് ആയിട്ട് 2025 ഇതിന്റെ വർക്ക്ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യും, ഇനോഗ്രൽ വർക്ക്ഷോപ്പ്. അത് ഇന്ത്യ ആയിരിക്കും ഹോസ്റ്റ് ചെയ്യുന്നുള്ള കാര്യം ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ ഇന്ത്യ ഹോസ്റ്റ് ചെയ്യുന്ന ആദ്യത്തെ ക്വാഡിന്റെ ഒരു മാരിടൈം വർക്ക്ഷോപ്പ് ആണ് മൈത്രി എന്നുള്ള കാര്യം ഓർക്കുക. നെക്സ്റ്റ് ഇയറിലാണ്. അപ്പൊ അതടുത്ത് തീർച്ചയായും നമുക്ക് ഫിലിംസിനൊക്കെ ആവശ്യമായിട്ട് വരുന്ന ഒരു പോയിന്റ് കൂടി തന്നെയാണ്. ഇനിയാണ് നമ്മൾ സെർവിക്കൽ ക്യാൻസർ മെയിൻ പോയിന്റ് ഇതായിരുന്നല്ലോ. സെർവിക്കൽ ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ട് സെൽസ് ഓഫ് സെർവിക്സിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സെർവിക്സ് ഇസ് എ ലോവർ നാരോ എൻഡ് ഓഫ് ദ യൂട്രസ്. ഓക്കെ, വൂമിന്റെ അതായത് യൂട്രസിന്റെ ലോവർ നാരോ എൻഡ് ആണ് സെർവിക്സ്. ദെൻ ഈ പറഞ്ഞ പോലെ സ്മോൾ പെർസെന്റേജ് ഓഫ് പീപ്പിൾ ദ വൈറസ് സർവൈവ്സ് ഫോർ ഇയേഴ്സ് കോൺട്രിബ്യൂട്ടിംഗ് ടു ദ പ്രോസസ് ദാറ്റ് കോസസ് സം സെർവിക്കൽ സെൽസ് ടു ബിക്കം സെർവിക്കൽ ക്യാൻസർ സെൽസ്. ദെൻ ഇതിന്റെ മെയിൻ കോസസ് എന്ന് പറയുവാണെങ്കിൽ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണമായിട്ട് വിശേഷിപ്പിക്കുന്നത്. സെർവിക്കൽ ക്യാൻസറിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് വിശേഷിപ്പിക്കുന്ന ഹ്യൂമൻ പാപ്പിലോമ വൈറസിന്റെ പ്രസൻസ് ആണ്. ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് കോമൺലി സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ ആണ്, വിച്ച് ക്യാൻ അഫക്ട് സ്കിൻ, ജെനൈറ്റൽ ഏരിയ ആൻഡ് ത്രോട്ടിനെയൊക്കെയാണ് പ്രധാനമായിട്ട് ഇത് അഫക്ട് ചെയ്യുന്നത്. ഇനി ഈ സെർവിക്കൽ ക്യാൻസറിന്റെ പ്രധാനപ്പെട്ട ഒരു വാക്സിനും റീസെന്റ് പറയുവാണെങ്കിൽ വാർത്തയിലുണ്ടായിരുന്നു, നോൺ ആസ് സെർവാക്സ്. സെർവാക്സ് എന്ന് പറയുന്നത് ഈ ഒരു സെർവിക്കൽ ക്യാൻസറുമായിട്ട് ട്രീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ക്യാൻസർ ഡ്രഗ് ആണ്, അല്ലെങ്കിൽ മരുന്നാണ് സെർവാക്സ് എന്ന് ബേസിക്കലി പറയുവാണെങ്കിൽ. സെർവാക് എന്നൊക്കെയാണ് പലപ്പോഴും പറയാറുള്ളത്, സെർവിവാക് എന്നും പറയാറുണ്ട്. സോ ആ ഒരു സെർവാക്സ് അല്ലെങ്കിൽ സെർവിവാക് ഈ പറഞ്ഞ പോലെ ആ ഒരു വാക്സിൻ ബേസിക്കലി ഈ പറഞ്ഞ പോലെ സെർവിക്കൽ ക്യാൻസറിനെ തടയാനായിട്ടുള്ളതാണെന്നുള്ള കൂടി കൃത്യമായിട്ടൊന്ന് ഓർത്ത് വെച്ചേക്കാം. നമ്മുടെ ഇന്നത്തെ ആ ഒരു ഫിലിംസ് MCQയും ഈ സെർവിക്കൽ ക്യാൻസറിന്റെ ആ ഒരു ഡ്രഗ്സ്, അതിന്റെ ആന്റി ഡ്രഗ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് അതും എല്ലാവരും ഒന്ന് കൃത്യമായിട്ട് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ എന്നാലും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് പഠിക്കാനുള്ളത്. ക്വാഡ് എന്താ നമ്മൾ നോക്കി, ഈ വർഷത്തെ ക്വാഡിന്റെ പ്രധാനപ്പെട്ട അജൻഡാസ് മീൻസ് ക്വാഡിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് ഏതെന്ന് നമ്മൾ നോക്കി. അതിനുശേഷമാണ് അജണ്ട. അതിനകത്ത് വെൽമിംഗ്ടൺ ഡിക്ലറേഷൻ ക്വാഡുമായിട്ട് ബന്ധപ്പെട്ടാണ്. ക്യാൻസർ മൂൺഷോട്ട് സെർവിക്കൽ ക്യാൻസറിനെ തടയാനായിട്ടുള്ളതാണ്. ദെൻ മൈത്രി ആ ഒരു ട്രെയിനിങ് വർക്ക്ഷോപ്പിന്റെ കാര്യം ഓർക്കുക. നെക്സ്റ്റ് ഇയർ ആയിരിക്കും അതിന്റെ ഫസ്റ്റ് വർക്ക്ഷോപ്പ്. അത് ഇന്ത്യ ആയിരിക്കും ഹോസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇത്രയാണ് ആ ഒരു ആർട്ടിക്കിൾ നമുക്ക് പഠിക്കാനുള്ളത്. ദെൻ മൂന്നാമത്തെ ആർട്ടിക്കിൾ ആണ് ഇന്ത്യ നീഡ്സ് എ നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജി. ഇപ്പം ഈ ഒരു ഹെഡ്ലൈൻ കണ്ടു കഴിയുമ്പോൾ നമ്മൾ ഓർത്തേക്കാം, ഇപ്പൊ ഇന്ത്യക്ക് നിലവിൽ അങ്ങനെ ഒരു സ്ട്രാറ്റജി ഇല്ലേ, നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജി ഇല്ലേ എന്നൊക്കെ നമ്മൾ ആലോചിച്ചേക്കാം. നിലവിലുണ്ട്, പക്ഷേ ഇന്ത്യയുടെ ആ ഒരു നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജി അല്ല നമ്മൾ പൊതുവിൽ മറ്റു രാജ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ. മറ്റു രാജ്യങ്ങളായ നമ്മളിപ്പം US ആയാലും അല്ലെങ്കിൽ ഈ പറഞ്ഞ UK ആയാലും ജപ്പാൻ, ഇവിടെയാണ് ഇതിനെ കമ്പയർ ചെയ്തിരിക്കുന്നത്. ഈ രാജ്യങ്ങളിലൊക്കെ തന്നെ സെക്യൂരിറ്റി സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ മൾട്ടി ഡയമെൻഷനിലാണ്. നമ്മുടെ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഡിഫൻസ് റിലേറ്റഡ്. ഇപ്പൊ നമുക്ക് ഇൻഡോ ചൈന ഒരു പ്രശ്നമാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ വർഷത്തെ ബഡ്ജറ്റിനകത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് വേണ്ടിയിട്ടാണ്, ആയുധങ്ങളൊക്കെ തന്നെ വാങ്ങാനായിട്ടാണ്. ബിക്കോസ് ആ ഒരു ഡയമെൻഷനാണ് നമ്മൾ സ്ട്രാറ്റജി മീൻസ് സെക്യൂരിറ്റി കണക്കാക്കിയിരിക്കുന്നത്. പക്ഷേ US-ലും അതേപോലെ തന്നെ UK അതുപോലെ തന്നെ ജപ്പാൻ ഇങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ അവിടെ സെക്യൂരിറ്റി മൾട്ടി ഡയമെൻഷനായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. ചൈനയുമായിട്ടുള്ള നമ്മുടെ പ്രശ്നങ്ങൾ എവിടെയൊക്കെയാണ്? അപ്പൊ ചൈനയുമായിട്ട് നമുക്ക് അതിർത്തി പ്രശ്നങ്ങൾ മാത്രമല്ല ഉള്ളത്. നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക ഇലക്ട്രിക് കമ്പോണൻസിന്റെ പാർട്സുകൾ വരുന്നത് എവിടുന്നാണ്? ചൈന അല്ലെങ്കിൽ ചൈനയുമായിട്ട് ബന്ധപ്പെട്ട രാജ്യങ്ങളിൽ നിന്നാണ് വരുന്നത്. അപ്പൊ ഇവിടങ്ങളിൽ നിന്നൊക്കെ വരുന്ന പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്നതും ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്യൂരിറ്റി ചലഞ്ച് ആയിട്ട് മാറിയേക്കാം. ഇപ്പൊ റീസെന്റ് നിങ്ങൾ കേട്ട് കാണുമായിരിക്കും, ഇപ്പം പേജേഴ്സ് ഒക്കെ തന്നെ മീൻസ് ഈ പറഞ്ഞ ഇസ്രായേൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഹമാസ് അവിടെ ഈ പറഞ്ഞ പോലെ പേജറുകളൊക്കെ തന്നെ പൊട്ടിത്തെറിച്ചു എന്നുള്ള വാർത്തകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, റീസെന്റ് ഉണ്ടായിരുന്നു. ആ പേജറുകൾ അല്ലെങ്കിൽ പേജർ എന്നുള്ള ജസ്റ്റ് ഒരു മെസ്സേജിങ് ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. ആ പേജറുകളൊക്കെ നിർമ്മിച്ച സമയത്ത് ഇസ്രായേലി ഈ പറഞ്ഞ പോലെ എക്യുപ്മെന്റ് മീൻസ് ഇത്തരത്തിൽ ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് അതിനകത്ത് ഇൻസ്റ്റാൾഡ് ആയിരുന്നു. അപ്പൊ ഇതെല്ലാം നമ്മൾ ഇതെല്ലാം നമുക്കൊരു മുന്നറിയിപ്പുകളാണ്. അതായത് മറ്റു രാജ്യങ്ങളെ എസ്പെഷ്യലി നമ്മുടെ ഒരു
എനിമി പോലെ ആക്ട് ചെയ്യുന്ന രാജ്യങ്ങളിൽ നിന്ന് വരുന്ന പ്രൊഡക്റ്റുകൾ, മീൻസ് അതിന്റെ യൂസേജസ് അല്ലെങ്കിൽ കുറച്ചുകൂടെ ഈ തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കേണ്ടതിന് ആവശ്യകതയാണ് ഇതൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെ നമ്മൾ നിലവിൽ നോക്കുവാണെങ്കിൽ ചൈനയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒറ്റ ആംഗിളിൽ ഇതിനെല്ലാം കാണുന്നത് ബോർഡർ ഇഷ്യൂസ് ആയിട്ട് ബന്ധപ്പെട്ട. പക്ഷേ ചൈനയുമായിട്ടുള്ള ഇഷ്യൂസ് നമുക്ക് പല രീതിയിൽ പറയാം. ബോർഡർ ഇഷ്യൂ ഉണ്ട്, ഈ ടെക്നിക്കൽ ആയിട്ടുള്ള പോരായ്മ, കാരണം ബിക്കോസ് മിക്ക ടെക്നിക്കൽ എക്യുപ്മെന്റ്സ് നമ്മൾ ചൈനയിൽ നിന്നാണ് വാങ്ങുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇവിടെ നിന്നാണെങ്കിൽ കുട്ടികൾ ഒരുപാട് പേര് പഠിക്കാനായിട്ട് അവിടെ പോകുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഈ പറഞ്ഞ പോലെ ലിമിറ്റേഷൻസ് ഇൻഡോ ചൈന ബന്ധങ്ങൾ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ ഇതിനെയൊക്കെ എങ്ങനെ നമുക്ക് ഒരു സോൾവ് ഔട്ട് ചെയ്തെടുക്കാൻ പറ്റും എന്ന രീതിയിലേക്കായിരിക്കണം നമ്മുടെ നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജി. മീൻസ് മൾട്ടി ഡയമെൻഷനൽ ആയിട്ട് ടെക്നിക്കലി നോക്കുമ്പോഴേക്കും നമുക്ക് ഇവിടെ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമാണ്. ഇവിടെ നല്ല രീതിയിൽ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കണം, ഇവിടെ കൂടുതൽ ടെക്നോളജികൾ കൊണ്ടുവരണം, ബെറ്റർ ആയിട്ടുള്ള നല്ല ഈ പറഞ്ഞ പോലെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കൊണ്ടുവരണം കുട്ടികൾക്ക് പഠിക്കാനായിട്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു മൾട്ടി ഡയമെൻഷനിൽ നമ്മുടെ സ്ട്രാറ്റജി, മീൻസ് സെക്യൂരിറ്റി സ്ട്രാറ്റജി വളർത്തിയെടുക്കണം എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതിലുപരിയായിട്ട് അധികം ഈ കാര്യത്തിനകത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഒറ്റ ഇതിനകത്ത്, മീൻസ് അതിന് എക്സ്പ്ലനേഷൻ അധികം സ്ലൈഡിനകത്ത് ഇല്ല. ജസ്റ്റ് ഈ പറഞ്ഞ പോലെ നമ്മുടെ നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജി മൾട്ടി ഡയമെൻഷനിൽ ആക്കണം എന്നുള്ളതാണ് മെയിൻലി. മീൻസ് ഏത് രാജ്യമായിട്ടാണ് നമ്മുടെ സെക്യൂരിറ്റി കൺസേൺ ഉള്ളത്, ആ രാജ്യമായിട്ട് ഏതൊക്കെ മേഖലകളിൽ നമുക്ക് പ്രശ്നമുണ്ടോ ആ മേഖലകളൊക്കെ തന്നെ നമുക്ക് ടാക്കിൾ ചെയ്യാനായിട്ട് സാധിക്കണം. അല്ലാണ്ട് അതൊരു യൂണി ഡയമെൻഷൻ അപ്രോച്ചിലേക്ക് പോകരുത്. ജസ്റ്റ് ലൈക്ക് ബോർഡർ ഇഷ്യൂസ് അല്ലെങ്കിൽ ഡിഫൻസ് ഇഷ്യൂ ആയിട്ട് മാത്രം അതിനെ കണക്കാക്കാതെ ഏതൊക്കെ മേഖലയിൽ അതിനകത്ത് പ്രശ്നമുണ്ടോ അതിനെല്ലാം നമുക്കത് ടാക്കിൾ ചെയ്യാനായിട്ട് സാധിച്ചിരിക്കണം. അത്രയാണ് ആ ഒരു ആർട്ടിക്കിളിനകത്ത് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആർട്ടിക്കിളാണ് പ്രധാനപ്പെട്ട ഒരു എഡിറ്റോറിയൽ ആർട്ടിക്കിളായിട്ട് നമുക്ക് പറയാനുള്ളത്, ക്യാപ്ചറിംഗ് ദ കോസ്റ്റ് ഓഫ് ഹെൽത്തി ഡയറ്റ്സ്. അപ്പൊ ഇങ്ങനെ പറയുമ്പോഴേക്കും ക്യാപ്ചറിംഗ് ദ കോസ്റ്റ് ഓഫ് ഹെൽത്തി ഡയറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇന്ത്യയിൽ ഒരു ആരോഗ്യപൂർണ്ണമായിട്ടുള്ള ഒരു ആഹാരം കഴിക്കണമെങ്കിൽ, ഒരു ഹെൽത്തി ഡയറ്റ് കഴിക്കണമെങ്കിൽ അത് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ആൾക്കാരെ കൊണ്ട് സാധിക്കത്തില്ല. അപ്രോക്സിമേറ്റ്ലി 76% ആൾക്കാരും അതിൽ നിന്ന് ഡിപ്രൈവ്ഡ് ആയിട്ടായിരിക്കും നിൽക്കുന്നത്. ബിക്കോസ് കോസ്റ്റ്ലിയർ ആണ്. ഇന്ത്യയിലെ ആളുകളുടെ വരുമാനം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള ഒരു ആരോഗ്യപൂർണ്ണമായ ഹെൽത്തി ഡയറ്റുകൾ കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താ പറയാ, ആളുകൾക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്ന ലെവലിലൊന്നും ആയിരിക്കത്തില്ല ഉണ്ടാവുക. ഇങ്ങനെ വരുമ്പോഴാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മാൽന്യൂട്രീഷനും രംഗത്തേക്ക് വരുന്നത്. മീൻസ് ആഹാരങ്ങൾ നല്ല രീതിയിൽ വേണ്ടുന്ന ആഹാരങ്ങൾ കഴിച്ചില്ലെങ്കിൽ മാൽന്യൂട്രീഷൻ വരും. ഒബ്വിയസ്ലി നമുക്ക് പിന്നെ ഡെവലപ്ഡ് രാജ്യമായിട്ടൊന്നും മാറാനായിട്ട് സാധിക്കും. കാരണം ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ ജനങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ ഒരു ആർട്ടിക്കിൾ മെയിൻലി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കണം എന്താണ് മീൻസ് ഈ ഹെൽത്തി ഡയറ്റ്. ഹെൽത്തി ഡയറ്റ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് മിനിമം നമ്മുടെ ആ ഒരു ആരോഗ്യം കാര്യങ്ങളൊക്കെ സംരക്ഷിച്ച് നമുക്ക് എനർജി നൽകുന്ന തരത്തിലുള്ള ആഹാരങ്ങളെയാണ് നമ്മൾ ഹെൽത്തി ഡയറ്റ് എന്ന് ബേസിക്കലി വിശേഷിപ്പിക്കുന്നത്. ഇവിടെ നമ്മൾ ഒരു കണക്കുകൾ നോക്കുവാണെങ്കിൽ ബ്രിക്സ് രാജ്യങ്ങൾ, അതായത് ബ്രിക്സ് എന്ന് പറയുമ്പോൾ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക, ഈ ബ്രിക്സ് രാജ്യങ്ങളിൽ ഏറ്റവും കുറവ്, ശരിക്കും പറഞ്ഞാൽ ഹെൽത്തി ഡയറ്റിന് ലോവർ കോസ്റ്റ് ഉള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. എന്നിട്ട് കൂടിയും ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ആളുകൾക്ക് ഇത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഓൾമോസ്റ്റ് 74% ആളുകൾക്കും ഹെൽത്തി ഡയറ്റ് ഇന്ത്യയിൽ അഫോർഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫോർ ഇൻസ്റ്റൻസ് നമ്മുടെ പല മെട്രോ നഗരങ്ങളിലും ഓവർ ദ പീരീഡ് ഓഫ് 5 ഇയേഴ്സ്, ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 65% ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് വില കൂടിയിട്ടുണ്ട്. പക്ഷെ ഇതേ കാലയളവിൽ നമ്മുടെ വരുമാനത്തിന്റെ വർധന എത്ര മാത്രമേ വന്നിട്ടുള്ളൂ? 28 മുതൽ 37% മാത്രമേ ഉള്ളൂ. പിന്നെ എങ്ങനെ ആളുകൾക്ക് ആരോഗ്യപൂർണ്ണമായുള്ള ഭക്ഷണം വാങ്ങി കഴിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യചിഹ്നമായിട്ട് മാറുന്നത്. ദെൻ ഇവിടെ മറ്റൊരു കാര്യം, ഇപ്പം ഹെൽത്തി ഡയറ്റ് ലോവർ കോസ്റ്റ് ആണ് നമ്മൾ പറയുന്ന പോലെ തന്നെ ഈ പറഞ്ഞ രാജ്യങ്ങളിലൊക്കെ തന്നെ വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിൽ ഇന്ത്യയിലെ ഹെൽത്തി ഡയറ്റിന്റെ എക്സ്പെൻസ് വളരെ കൂടുതലാണ്. കമ്പാരിറ്റീവ്ലി പറഞ്ഞ പോലെ എക്സ്പെൻസ് മീൻസ് എക്സ്പെൻസ് റിലേറ്റഡ് ആയിട്ട് വലിയ പ്രശ്നം വരുന്നത്, പക്ഷേ ഏറ്റവും പ്രശ്നം വരുമാനമാണ്. അപ്പൊ പർച്ചേസിംഗ് പവറിന് നോക്കുവാണെങ്കിൽ ഇൻ ഇന്ത്യ ഹെൽത്തി ഡയറ്റ് കോസ്റ്റ് 3.066 പർച്ചേസിംഗ് പവർ ആണ്, ഡോളർ പെർ പേഴ്സൺ പെർ ഡേ ആണ് വേണ്ടത്. ഇറ്റ് ഇസ് ലോവസ്റ്റ് എമംഗ് ദ കൺട്രീസ് കൺസിഡർഡ്. ഐ മീൻ ലോവസ്റ്റ് ആണ്. ഈ പറഞ്ഞ പോലെ വിലയാണെങ്കിലും ഈ പറഞ്ഞ പോലെ ലോവസ്റ്റ് ആണ്, പക്ഷേ ഇത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ഏറ്റവും വലിയ പോരായ്മയായിട്ട് നമുക്ക് പറയേണ്ടതായിട്ടുള്ളത്. ഇനി ഇങ്ങനെ ഈ ബാലൻസ്ഡ് ഡയറ്റ് കിട്ടിയില്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് വരാൻ പോകുന്നത്, അതാണ് മറ്റൊരു കാര്യം. പ്രിവെന്റിംഗ് ഡെഫിഷ്യൻസീസ്. നമുക്ക് ബാലൻസ്ഡ് ഡയറ്റ് കിട്ടിയെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ മീൻസ് ഈ പറഞ്ഞ ഡെഫിഷ്യൻസീസ് തടയാനായിട്ട് പറ്റുള്ളൂ. അതിലൂടെ ഉണ്ടാകുന്ന മറ്റു പല അസുഖങ്ങളെ നമുക്ക് ഇല്ലാതാക്കാനായിട്ട് സാധിക്കുള്ളൂ. ഉദാഹരണം പറയുകയാണെങ്കിൽ സ്കർവി അല്ലെങ്കിൽ ഈ പറഞ്ഞ അനീമിയ. ഇതൊക്കെ തന്നെ അനീമിയ എന്ന് പറഞ്ഞാൽ അയൺ ഡെഫിഷ്യൻസിയാണ്. അയൺ ഡെഫിഷ്യൻസി ഇല്ലാതാക്കാനായിട്ട് നമ്മൾ കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളിൽ അതിന്റെ കണ്ടന്റ് ഉണ്ടായിരിക്കണം. അത്തരത്തിലുള്ള കണ്ടന്റ്, ന്യൂട്രിയൻ സഫിഷ്യന്റ് ആയിട്ടുള്ള കണ്ടന്റ് ഉണ്ടാണെങ്കിൽ നമ്മൾ പറഞ്ഞ ഹെൽത്തി ഡയറ്റ് കഴിക്കണം. അത് നിലവിൽ നമുക്ക് പറ്റുന്നില്ല. അപ്പൊ ഹെൽത്തി ഡയറ്റ് അല്ലെങ്കിൽ ബാലൻസ് ഡയറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഡെഫിഷ്യൻസീസ് കുറയ്ക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മുടെ ബോഡി പാർട്സിന്റെ ഒക്കെ ആണെങ്കിലും ഒപ്റ്റിമൽ ഫംഗ്ഷനിങ് നടക്കണമെങ്കിലും ഒരു പ്രോപ്പർ എമൗണ്ട് ബാലൻസ് ഡയറ്റ് ആവശ്യമാണ്. ഇപ്പം നോർമൽ ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് പൊട്ടാസ്യം അല്ലെങ്കിൽ ബോണിന്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ കാൽസ്യം ഒക്കെ തന്നെ നമ്മുടെ ആഹാര പദാർത്ഥങ്ങളിൽ കാണണം. ഇതിനെല്ലാം ചേർന്ന് വരുമ്പോഴാണ് ബാലൻസ് ഡയറ്റ് ആയിട്ട് മാറുന്നത്. അതുപോലെ വെയിറ്റ് മാനേജ്മെന്റിനകത്ത് പ്രോപ്പർ ആയിട്ടുള്ള കൺസപ്ഷൻ ഉണ്ടായിരിക്കണം. ഓവർ കൺസപ്ഷൻ അല്ല, പ്രോപ്പർ കൺസപ്ഷൻ ഓഫ് ഹെൽത്തി ഫുഡ്സ് ആണ് നമുക്ക് വേണ്ടത്. പക്ഷെ നമ്മൾ പലപ്പോഴും ചെയ്യുന്ന അൺഹെൽത്തി ഫുഡ്സിന്റെ ഓവർ കൺസപ്ഷനിലേക്ക് പോകും. അങ്ങനെ വരുമ്പോഴേക്കാണ് നമ്മുടെ കുട്ടികളിലൊക്കെ ആണെങ്കിൽ ഒബേസിറ്റി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വെയിറ്റ് ഒരുപാട് ഗെയിൻ ചെയ്യുന്നു. അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. പിന്നെ നല്ല ആഹാരം കഴിച്ച് അല്ലെങ്കിൽ നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പലവിധ അസുഖങ്ങളെയും ഡിസീസിനെയും പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ലൈക്ക് കാർഡിയോവാസ്കുലർ ഡിസീസ് ആയാലും അല്ലെങ്കിൽ ഡയബറ്റീസ് ആയാലും അല്ലെങ്കിൽ ക്യാൻസർ റിലേറ്റഡ് ആയുള്ള പ്രശ്നങ്ങളായാലും ഒക്കെ തന്നെ നമുക്ക് പൂർണ്ണമായ ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനെല്ലാം ടാക്കിൾ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ഇതാണ് ഒരു ബാലൻസ് ഡയറ്റിന്റെ
സിഗ്നിഫിക്കൻസ് ആയിട്ട് പറയുന്നത്. പിന്നെ നമ്മൾ പറയുന്ന പോലെ തന്നെ 2047 ഇന്ത്യക്ക് ഡെവലപ്ഡ് ഇക്കണോമി ആയിട്ട് മാറണമെങ്കിൽ തീർച്ചയായിട്ടും ആരോഗ്യമുള്ള ജനത നമുക്ക് ഉണ്ടെങ്കിലേ കാര്യമുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല, ഒരു ഡെവലപ്ഡ് രാജ്യമായിട്ട് മാറാനായിട്ടും ഇന്ത്യക്ക് സാധിക്കത്തില്ല. ഇത്രയാണ് ആ ഒരു ആർട്ടിക്കിളിനകത്ത് മെയിൻലി നമുക്ക് പറയാനായിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഹെൽത്തി ഡയറ്റിനെ കുറിച്ചാണ്, അതിന്റെ സിഗ്നിഫിക്കൻസിനെ കുറിച്ചാണ് മെയിൻലി അതിനകത്ത് അഡ്രസ് ചെയ്യുന്നത്. കാരണം ഹെൽത്തി ഡയറ്റ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് മാൽ ന്യൂട്രീഷൻ പ്രശ്നം ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. ഇതിനെ ടാക്കിൾ ചെയ്യാനായിട്ട് ഇന്ത്യയുടെ കാര്യത്തിൽ ഏറ്റവും നല്ല മാർഗ്ഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മില്ലറ്റ്സിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാം. മില്ലറ്റ്സ് എന്ന് പറയുമ്പോൾ അധികം ഈ പറഞ്ഞ പോലെ നമുക്ക് ലോ കോസ്റ്റ് ആയിട്ട് ഒരു ബാലൻസ്ഡ് ഡയറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് മില്ലറ്റ്സ്. ആ മില്ലറ്റ്സിന്റെ ഉപയോഗം നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ ഇന്ത്യക്ക് ഈ മാൽ ന്യൂട്രീഷനെ ഒരു പരിധി വരെ നമുക്ക് പിടിച്ചു നിർത്താനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, ഇത്രയാണ് ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ടായിരുന്നത്. ഇനി ഞാൻ പറഞ്ഞ പോലെ സെർവോവാക്, സെർവിക്കൽ ക്യാൻസറിന്റെ ഒരു വാക്സിനാണ് സെർവോവാക്. ആ സെർവോവാക്കിനെ കുറിച്ചിട്ടുള്ള ചോദ്യമാണ്. 2 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. 2 സ്റ്റേറ്റ്മെന്റ് വ്യക്തമായിട്ട് വായിച്ചു നോക്കിയിട്ട് ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ എല്ലാവരും രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.